വയ്ക്കാതെ തന്നെ ഓർഗാനിക് രീതിയിൽ എങ്ങനെയാണ് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പ്രത്യേക ഡിമാൻഡ് പ്രത്യേകം ആൾക്കാർ ഇതിനു വേണ്ടി ചോദിച്ചു വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് വാങ്ങിക്കുന്നവരുണ്ട്. മാത്രമല്ല കൃഷിക്കാർക്ക് നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, പുതിയ ആധുനികമായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഓർഗാനിക് രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഇവിടെ അടുത്ത് തന്നെ കുറേ പച്ചക്കറി മാർക്കറ്റുകളുണ്ട്. അപ്പം ആ പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ മാർക്കറ്റുകളിൽ കിട്ടുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്യൂർലി ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രൊഡ്യൂസർ ഡയറക്റ്റായിട്ട് ഒരു സാധനം വിൽക്കുമ്പോൾ, ഒരു ഓർഗാനിക് സാധനം വിൽക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കേഷനൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമ്മളിത് ഓർഗാനിക് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിവിടെ ഒരു കിച്ചൺ ഗാർഡൻ പ്രോഗ്രാം നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് 1780 വീടുകളിൽ നമ്മൾ കിച്ചൺ ഗാർഡൻ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള വിത്ത്, തൈകളും മറ്റ് സംവിധാനങ്ങൾ, അതിനുവേണ്ടിയുള്ള വളങ്ങൾ, അതിനുവേണ്ടിയുള്ള കിറ്റുകളെല്ലാം നമ്മൾ ഈ ഫാം സ്കൂളിലാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ഇവിടെ കർമ്മസേന ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിനുവേണ്ടിയുള്ള പേയ്മെൻറ്റ്സും മറ്റു കാര്യങ്ങളും കിട്ടും. 1780 വീടുകളിൽ കിച്ചൺ ഗാർഡൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അവർക്ക് തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു മാസം ഏതാണ്ട് ഒരു 2000-ഓളം രൂപ അവർ പച്ചക്കറി വാങ്ങിക്കുന്നതിന് വേണ്ടി സേവ് ചെയ്യാൻ പറ്റും. ഒരു മാസം 2000-ഓളം രൂപയും സേവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന ആ ഒരു ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. എന്നും അവർക്ക് രാവിലെ തന്നെ അവരുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പച്ചക്കറികൾ എടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ വീട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കുകയാണ്. അതിങ്ങനെ ഓരോ സൈക്കിൾ കഴിയുമ്പോഴത്തേക്കും, കാരണം ഒരു സീസൺ 4 മാസമാണ് ഒരു സീസൺ, അടുത്ത സീസൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു ലാഭത്തിൽ നിന്നുള്ള ചെറിയൊരു വിഹിതം അവരൊരു ഗ്രൂപ്പ്, 20 പേരുടെ ഗ്രൂപ്പാണ്. ഈ 1780 പേരും 20 പേരുടെ ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട്. കിട്ടുന്ന ലാഭത്തിൽ നിന്നും കുറച്ച് പൈസ, അതായത് ഒരു മാസം ഒരു 10 രൂപ അല്ല, മിനിമം ഒരു 10-20 രൂപ സേവ് ചെയ്തിട്ട് ആ പൈസ കൊണ്ടാണ് അടുത്ത സൈക്കിളിന് വേണ്ടിയുള്ള വിത്ത്, വളങ്ങൾ, മറ്റ് സംഭവങ്ങളൊക്കെ അവർ വാങ്ങിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു 4 കൊല്ലത്തോളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷവും ഏതാണ്ട് ഒരു 1000, ഈ വർഷം വരുന്ന വർഷം 1000-ഓളം വീടുകൾ നമ്മൾ ഈ കിച്ചൺ ഗാർഡൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലാണ് കിച്ചൺ ഗാർഡൻ. പച്ചക്കറി സാധാരണ ഈ സമ്മർ സീസണിൽ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെണ്ട, വഴുതന, തക്കാളി, കത്തിരിക്ക, പാവൽ, പടവലങ്ങ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. കൂൾ സീസൺ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ കൂൾ സീസൺ നവംബർ, ഡിസംബർ സമയങ്ങളിൽ ക്യാബേജ്, കോളിഫ്ലവർ, അങ്ങനെ ക്യാരറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ